ലത സജി വേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഈ വീഡിയോയിൽ അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഉയരങ്ങളിലേക്കുള്ള യാത്ര എന്ന ഈ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളും മറ്റും നമ്മൾ നോക്കുകയാണ്. നമുക്കതിലേക്ക് കടക്കാം. നമ്മുടെ എഴുത്തുകാരൻ തുടങ്ങിയിരിക്കുകയാണ്. പ്രിയമുള്ള മകനെ, ഞാൻ യാത്ര അവസാനിപ്പിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7000-ഓളം അടി ഉയരത്തിലുള്ള കൊടൈക്കനാലിൽ. അദ്ദേഹം ചെന്നത് കൊടൈക്കനാലിലാണ് എത്തിയിരിക്കുന്നത്. കയറിപ്പോയത് പളനിയിൽ പോയിട്ട് അതുവഴി അദ്ദേഹം കൊടൈക്കനാലിലെത്തി. പളനിയിലെത്തി മധുര വഴിയാണ് പളനിയിലെത്തുന്നത്. അപ്പോൾ ഓരോരോ പോയിന്റുകൾ നോക്കിക്കോണം അല്ലേ. മധുര, പഴനി, കൊടൈക്കനാൽ ഇതെല്ലാം ഹിൽ ഏരിയാസാണ്. ഉയർന്ന സ്ഥലങ്ങളാണിതെല്ലാം. പളനിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. മുരുകക്ഷേത്രമാണ്, വളരെ പ്രസിദ്ധമായ ഒരു മുരുകക്ഷേത്രമാണ് പളനി, തമിഴ്നാട്ടിൽ. പിന്നെ അങ്ങനെ അദ്ദേഹം യാത്രയെ ആസ്വദിച്ച ഒരു വ്യക്തിയാണ്. പളനിയിൽ നിന്ന് കൊടൈക്കനാലിലേക്കുള്ള യാത്ര ഉദ്വേഗജനകമായിരുന്നു. എന്താണ് ഈ ഉദ്വേഗജനകം? കുറച്ച് എന്താ പറയുക, രസവും കുറച്ച് ഉത്കണ്ഠയെന്ന് വെച്ചാൽ ഉയരത്തിലേക്കാണ് പോകുന്നത്. മുഴുവനും മല ചുറ്റിയല്ലേ പോകുന്നത്. അടിയിൽ നിന്നും ഒരു മല ചുറ്റി മുകളിലെത്തുക എന്നുള്ളതാണ് ആ വഴി. അപ്പോൾ ഇങ്ങനെ ചുറ്റി പോകുമ്പോഴേ അവിടെ നിന്ന് ഇങ്ങോട്ടും വണ്ടി വരും, ഇവിടുന്ന് അങ്ങോട്ടും. റോഡിന് ആവശ്യത്തിന് വീതിയുള്ള റോഡാണെങ്കിൽ പോലും ഒരു ബാലൻസാണ്. ഇറങ്ങി വരുമ്പോഴും അതേപോലെ തന്നെ, കയറി പോകുമ്പോഴും ഉറങ്ങിപ്പോകാനോ ഒന്നും പാടില്ല. വലിയ അപകടങ്ങളായി വാഹനങ്ങളൊക്കെ വളരെ വേഗം അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമാണ്. കാര്യം വളരെ സ്പീഡിൽ വരും, അതെല്ലാം ചിലപ്പോൾ ഉറങ്ങിപ്പോകും, അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഉദ്വേഗജനകമായിരുന്നു. അടുക്കടുക്കായി മലകളുടെ മടിത്തട്ടിലൂടെ ഒരു മലയിൽ നിന്നും മറ്റൊരു മലയിലേക്ക് കയറി പോകുന്ന രീതിയിലാണ് ആ കൊടൈക്കനാൽ ഊട്ടി ഭാഗത്തേക്ക് നമ്മൾ സഞ്ചരിക്കുന്നത്. വളഞ്ഞു പുളഞ്ഞു ചുറ്റിക്കയറുന്ന മലമ്പാത, ഒരു മലമ്പാമ്പിനെ പോലെ തോന്നും. മല ചുറ്റിപ്പോകുന്ന ഒരു പാമ്പിനെ പോലെയാണ് ഈ മലമ്പാത. എന്താണ് ഈ മലമ്പാത? മലയിൽ കൂടിയുള്ള പാത, റോഡ്, അതാണ് മലമ്പാത. മലമ്പാതകൾക്ക് തൊട്ടു താഴെ ചെങ്കുത്തായ താഴ്വരകൾ അല്ലേ. കൊക്കയൊക്കെ നമ്മൾ പറയും, കൊക്കയിലോട്ട് വണ്ടി വീണുപോയി എന്നൊക്കെ കേട്ടിട്ടില്ലേ. അവിടെ നല്ല ഭയങ്കര സുരക്ഷിതത്വമുള്ള സ്ഥലമാണെങ്കിൽ പോലും അറിയാൻ പറ്റില്ലല്ലോ എന്താ സംഭവിക്കുന്നത്. അപ്പം വളരെയധികം താഴ്വാരം, ആ ഹൈറ്റിനനുസരിച്ച് തന്നെ താഴോട്ടും നമുക്ക് തോന്നാറുണ്ടല്ലോ. അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുള്ളതാണ്, പോയിട്ടുള്ളതാണ് പല പ്രാവശ്യം. പാഠത്തിൽ നിറയെ വിവരണങ്ങളാണ് മുഴുവനും. ഒരു കൊടൈക്കനാൽ എന്ന സ്ഥലത്തെക്കുറിച്ചല്ല, കൊടൈക്കനാൽ എന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, യാത്രകൾ നമ്മൾ ആസ്വദിക്കുന്നത് എങ്ങനെയാണെന്ന്. കയറി വണ്ടിയിലിരുന്ന് ഉറങ്ങുകയല്ല ചെയ്യുന്നത്. ആ പോകുന്ന വഴിയിൽ ഓരോ ചെറിയ കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാവാം. അതുകൊണ്ട് യാത്രകൾ ആസ്വദിച്ച് വേണം പോകാൻ. ഇവിടെ നമുക്കിത് വായിച്ചാൽ തന്നെ വളരെ ആസ്വാദനം ലഭിക്കുന്ന ഒന്നാണ്. നമ്മൾ തന്നെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു അനുഭവമാണ് നമുക്ക്. അതാണ് ഞാൻ പറഞ്ഞില്ല, യാത്രാ വിവരണങ്ങൾ നമുക്ക് വളരെയധികം നമ്മളൊന്നും പിന്നെ ഓർക്കില്ല. ആ എഴുതിയ ആളിനോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന ഒരു അനുഭവമായിരിക്കും നമുക്കുണ്ടാകുക. ഇവിടെ ബസ് ചുരം കയറി തുടങ്ങി. ഇരുഭാഗത്തും വളരുന്ന കാപ്പിച്ചെടികൾ, യൂക്കാലിപ്സ്റ്റ് മരങ്ങൾ, ഇവയ്ക്കിടയിലുള്ള സ്ഫടിക ജലം ഒലിച്ചു താഴുന്ന നീർച്ചാലുകൾ. ജലം ഒലിച്ചു താഴ്ന്ന വെച്ചാൽ നല്ല കണ്ണീര് പോലെയുള്ള വെള്ളം എന്ന് പറഞ്ഞിട്ടില്ലേ, അങ്ങനെ നല്ല തെളി ഉറവകൾ ഒഴുകുന്ന നീർച്ചാലുകൾ, ചെറിയ ചെറിയ അരുവികൾ, അങ്ങനെ നല്ല ഭംഗി നിറഞ്ഞ വഴി. അങ്ങനെ താഴേക്ക് ഒരുപാട് വിവരണങ്ങളുണ്ട്. ഹരിതാഭയായ നെൽപ്പാടങ്ങൾ, പാടങ്ങൾക്കിടയിൽ പിന്നെ പാവങ്ങൾ താമസിക്കുന്ന കൂരകൾ, വിദൂര വീക്ഷണത്തിൽ കൂരിയാറ്റക്കൂടുകൾ. അതായത് കുരിയാറ്റക്കൂട് എന്ന് പറഞ്ഞാൽ കൊച്ചു കുരുവിക്കാണ് കിളി. ആ കിളിക്കൂട് പോലെ മോളിൽ ചെന്ന് താഴോട്ട് പോകുമ്പോൾ കൊച്ചു കിളിക്കൂട് പോലെ തോന്നും അതുങ്ങളുടെ വീടുകൾ. അതല്ലെങ്കിൽ ചിതൽപ്പുറ്റ് പോലെ വളരെ വെച്ചാൽ അത്രയും ഹൈറ്റിലോട്ടാണ് പോകുന്നത്. പളനി മലയുടെ മോളിൽ ചെന്ന് താഴേട്ട് പളനി ടൗണെന്ന് കാണണം. ഭയങ്കര രസം, വളരെ ചെറുതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ യാത്രയിൽ മുകളിലോട്ട് കയറിപ്പോകുന്നു. അതുപോലെ മുകളിലോട്ട് കയറിപ്പോകും തോറും തണുപ്പ് കൂടി വരും. അങ്ങനെയാണ് അവിടുത്തെ കാലാവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഇടിഞ്ഞു പോകുന്ന ബസ്സിൽ ഇരുന്ന് അദ്ദേഹം എൻ്റെ ജനലിലൂടെ വെളിയിലേക്ക് നോക്കിയപ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ. അപ്പം അദ്ദേഹം പറയുന്നതാണ്, അദ്ദേഹത്തിൻ്റെ ഒരു തോന്നലുണ്ട്, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് അകലുകയാണോ, ആകാശത്തേക്ക് പോവുകയാണോ എന്നൊരു തോന്നൽ. ഒരു വിമാനയാത്ര പോലെ തോന്നിച്ചു. ഞാൻ ഉയരത്തിലേക്ക് പോകല്ലേ, ഏറ്റവും മുകളിലാണ്, താഴേന്ന് വളരെ മുകളിലാണ് കൊടൈക്കനാൽ. അത്രയ്ക്ക് ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് കയറി പോകുമ്പോൾ അദ്ദേഹം ഒരു വിമാനയാത്ര പോലെയാണ്. അതുകൊണ്ടാണ് ഉയരങ്ങളിലേക്ക് ഒരു യാത്ര എന്ന പേര് ഈ പാഠത്തിന് വന്നത്. ഒരു വിമാനയാത്ര പോലെ അദ്ദേഹത്തിന് തോന്നിപ്പോയി. അതുപോലെ
ജനലിലൂടെ, ബസ്സിൻ്റെ ജനലിൻ്റെ സൈഡിലൂടെ അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ റോഡരികിലുള്ള താഴ്വരകളും കൊല്ലികളും അനായാസമായി എന്നിട്ട് കാണാം. തുടക്കത്തിൽ സുന്ദരം എന്ന് തോന്നിയെങ്കിലും അതാ ഞാൻ പറഞ്ഞത്, ഡ്രൈവറുടെ ശ്രദ്ധ നൂലിട അല്ലെങ്കിൽ നെല്ലിട പിഴച്ചാൽ ആരുടെയും, യാത്രക്കാരുടെയും ഡ്രൈവറുടെയും ബസ്സിൻ്റെയും പൊടി പോലും കാണില്ല. കാര്യം അഗാധ ഗർത്തത്തിലേക്ക് മറിഞ്ഞു പോകും. അങ്ങനെ തട്ടി അങ്ങ് താഴെ ചെല്ലും. അങ്ങനെ ഒരുപാട് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടേക്ക് പോകുന്ന ഡ്രൈവർമാർക്ക് പ്രത്യേക ട്രെയിനിങ് ഒക്കെ ലഭിച്ചിട്ടുണ്ടാവും. വളരെ ഓരോ പോയിന്റിലും ഇങ്ങനെ അവർ സൂചനാ ബോർഡുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത്ര സ്പീഡിലേ പാടുള്ളൂ, പിന്നെ ഇന്നിടത്ത്